UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ കൂടുതൽ വിവാദം. കൗൺസിലർമാർക്ക് ബജറ്റ് പാരിതോഷികം നൽകാനെന്ന പേരിൽ പണപ്പിരിവ് നടത്തിയെന്നാണ് ആരോപണം. ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭ ശുപാർശ ചെയ്തു കഴിഞ്ഞു. ഇവിടെ കാലാകാലങ്ങളിൽ ബഡ്ജറ്റ് അവതരണത്തിൽ കൗൺസിലർമാർക്ക് കോംപ്ലിമെൻ്റ് കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം തുടരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറയിൽ വലിയ പണപ്പിരിവുകൾ നടക്കുന്നു എന്നാണ് ഇപ്പം വെളിയിൽ വന്നത്. ഓരോരുത്തരും പിരിക്കുന്നത് എത്രയാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും കൃത്യമായിട്ടില്ല. നഗരസഭയുടെ അക്കൗണ്ട് വിവിധ ബാങ്കുകളിൽ കൊടുക്കുമ്പോൾ അതിന് കമ്മീഷൻ വാങ്ങിക്കുന്നു, വാഹനമായിട്ട് വാങ്ങിക്കുന്നു, പൈസയായിട്ട് വാങ്ങിക്കുന്നു. ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പം ഈ വസ്തുതകളെല്ലാം ശരിയാണെന്നാണ് വീണ്ടും ഇതിനെല്ലാം കാരണം ഈ അഴിമതിക്കെല്ലാം ചെയർപേഴ്സൺ കൂട്ടു നിൽക്കുകയാണ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ടോബി. ഗുഡ് മോർണിംഗ് SKN. നഗരസഭയിൽ ഓരോ ദിവസവും വിവാദങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിവാദം നഗരസഭയിൽ വർഷാവർഷങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൗൺസിലർമാർക്ക് ചില പാരിതോഷികങ്ങൾ, ചെറിയ ഗിഫ്റ്റുകളൊക്കെ നൽകുന്നുണ്ട്. അതിൻ്റെ പേരിലും നഗരസഭയിൽ ചില കൗൺസിലർമാർ, ഈ ധനകാര്യ കമ്മിറ്റിയിൽ അടക്കമുള്ള വൈസ് ചെയർമാൻ അടക്കമുള്ളവർ പണപ്പിരിവ് നടത്തി എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്തിൽ ചിലർ പറയുന്നത് തങ്ങൾ ഗിഫ്റ്റൊന്നും മേടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾ ഇത് ശക്തമായി ഉന്നയിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് പ്രതിപക്ഷ നേതാവ് ഷീജ അനിലാണ്. അവരടക്കം പറയുന്നത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നാണ്. എന്തായാലും ഈ കഴിഞ്ഞ കൗൺസിലിൽ ഇത് വലിയ ചർച്ചയായി. ആ ചർച്ചയ്ക്കിടയിലാണ് 211 കോടിയുടെ വിവരം കൂടി കൗൺസിലിൽ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ചെയർപേഴ്സൺ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ജോയിന്റ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകി കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതുതന്നെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. 211 കോടിയുടെ മായി ബന്ധപ്പെട്ടുള്ള ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ട് നഗരസഭയിൽ ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ ഒരു പ്രത്യേക കൗൺസിൽ ചേർന്ന് ആ കാര്യം കൂടി വിജിലൻസിന് വിടാൻ നഗരസഭ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ വിവാദങ്ങൾ തന്നെയാണ് UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ടോബി.